ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എറ്റിങ്ങിൽ ജിയാങ് ആണെങ്കിൽ ഒരു കാറ് വരുന്നതും നോക്കിക്കൊണ്ട് നിൽക്കുന്നതും കാണിച്ചായിരുന്നു എപ്പിസോഡ് എൻഡായത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതേ സെയിം സീൻ കാണിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിയാങ് നോക്കുമ്പോൾ ആ കാറിൽ വന്നത് നമ്മുടെ ഷീഷോങ് ആയിരുന്നു. ഷീഷോങ്ങിനെ കാണുമ്പോഴത്തേക്കും ജിയാങ് ഹാപ്പി ആവുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം ഷീഷോങ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവനെ കാണുമ്പോഴത്തേക്കും ജിയാങ് ഹാപ്പി ആയിട്ട് തന്നെ നീ ഓക്കെ ആയോ, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷീഷോങ് ഇനി അവിടുത്തെ ആ കയ്പ് മരുന്നും കഴിച്ചുകൊണ്ട് കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനിങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോന്നു എന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ നമ്മുടെ ഷീഷോങ് ഒരു പുതിയ കാറും കൊണ്ടായിരുന്നു വന്നത്. അപ്പോൾ ജിയാങ് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഷീഷോങ് പറയുന്നുണ്ട്, ഇത് ഓൾറെഡി ഒരാൾ ഉപയോഗിച്ച കാറാണ്, പക്ഷേ എനിക്ക് ഇത് 50,000 രൂപയ്ക്ക് കിട്ടി, അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ജിയാങ് ആണെങ്കിൽ ഭയങ്കര വിലക്കുറവാണല്ലോ, എങ്കിൽ പിന്നെ നീ എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തരാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടുപേരങ്ങ് സൈലൻ്റ് ആവുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ആ ടോപ്പിക്ക് വിട്ടിട്ട് ശരി എന്നാൽ ഞാൻ നിന്നൊന്ന് ഡ്രൈവിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ആയിട്ട് വണ്ടിയിൽ രാത്രി തന്നെ ചുറ്റാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ഷീഷോങ് ആണെങ്കിൽ അവസാനം പ്ലാൻ പോലെ തന്നെ എല്ലാം നടന്നു. യൂയിയും ചെങ്ങും ബ്രേക്കപ്പായി, എനിക്ക് സമാധാനമായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് നീ ഇനി നേരത്തെ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ ആ ഒരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ അതെ, ഓൾറെഡി ആ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞു, വർക്കേഴ്സിനെയും സ്റ്റാഫിനെയും എല്ലാവരും കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് നീ ഹോസ്പിറ്റലിൽ ഇരുന്ന ടൈമിന് ഫുള്ള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാനല്ല, ചെങ്ങാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, ആ ഒരു ബിസിനസ്സിൽ അവനും ഞാനും പാർട്ട്നേഴ്സ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ജിയാങ് സത്യം പറഞ്ഞാൽ യൂയിയുടെ അടുത്ത് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു തന്നത്, എന്നാൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിനേക്കാൾ എക്സ്ട്രീം ലെവലിൽ നീയും ചെങ്ങും ഇതുവരെ എത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് ഞാനും അവനും ലവേഴ്സ് ആവാൻ പോകുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമായിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് അതെന്താ അങ്ങനെ, സത്യം പറ നിനക്ക് അവൻ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് ആക്ച്വലി എനിക്ക് അവൻ ഇഷ്ടം തന്നെയാണ്, പക്ഷേ എന്തോ പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിയാങ് എന്തെന്തോ പോലെ, ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് സ്നേഹിക്കണം, അതിനിപ്പോൾ വേറെ എന്ത് കാര്യം നോക്കാനാ എന്നിങ്ങനെ പറയുമ്പോൾ ഷീഷോങ് അവൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. അതായത് ഞാനും അവന് സെറ്റായി കഴിഞ്ഞാൽ അവൻ ടോപ്പാവും, ഞാൻ ബോട്ടാവും, എനിക്കാണെങ്കിൽ ബോട്ടമാവാൻ തീരെ താല്പര്യമില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജിയാങ്ങിനും ചിരി വരുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഷീഷോങ്ങിൻ്റെ കമ്പനി ഫുൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പണിങ്ങും നെക്സ്റ്റ് ഡേ തന്നെ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു പരിപാടി നടക്കുകയാണ്. ഒത്തിരി ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് അവരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷീഷോങ്ങും എങ്ങും കൂടെ ആയിട്ട് മാറി മാറി അവിടെ വന്നിരിക്കുന്ന പല ബിസിനസ് ആൾക്കാരടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിലാണ് യൂയി അങ്ങോട്ടേക്ക് വരുന്നത്. യൂയിക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ ഷീഷോങ് ആണ് ഈ ഒരു കമ്പനി നടത്തുന്നത് എന്നൊന്നും അറിയത്തില്ല, ചെങ്ങ് ഇവിടെ ഉണ്ടാവുമെന്നെന്തോ അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യത്തിൽ അവനെ എങ്ങനെയും വളയ്ക്കാനുള്ള രീതിയിൽ ഒരുങ്ങിയിട്ടൊക്കെയാണ് ഇവൾ വന്നേക്കുന്നത്. അവിടെ വരുന്ന ടൈമിൽ നമ്മുടെ ഷീഷോങ്ങിനെ അവൾ കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നോക്കുമ്പോൾ അവൻ ഭയങ്കര ആളാകെ മാറിപ്പോയി, ഭയങ്കര കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് അടിപൊളി ലുക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ റിച്ച് അല്ലേ, അവനെ വളച്ചാലോ എന്ന് കരുതിയിട്ട് മുടിയൊക്കെ ഒതുക്കി വെച്ച് അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അവനും വന്നിട്ട് കൂളായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ നീ ഇത്രയും വലിയൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഞാനാണെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്തെടുത്തു എന്നിങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്. അതേ ടൈമിന് അവനോട് ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിൻ്റെ ഷർട്ടിൻ്റെ കോളർ നേരെയല്ല ഇരിക്കുന്നത്, ഞാൻ വച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇതുകളുടെ അടവാണെന്നറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ മാറി നിന്നിട്ട് അത് ഞാൻ തന്നെ ശരിയാക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അവളാണെങ്കിൽ മുമ്പ് ഞാൻ അതിനെ ഇട്ടിട്ട് പോയി, അതൊക്കെ ശരിയാണ്, പിന്നെ ഞാൻ വേറൊരു പയ്യനുമായിട്ട് സെറ്റായി, അത് നിനക്ക് പറയാനുള്ള കാര്യമാണ്, എന്നാൽ ഇപ്പോൾ ഞാനും അവനുമായിട്ട് ബ്രേക്കപ്പായി, ഞാനും അവനും തമ്മിൽ വേറെ ഒരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. ശീശു ആ സമയം അതെനിക്കറിയാം, കാരണം അവനിപ്പോൾ എൻ്റെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും അവളുടെ മുഖം വല്ലാണ്ട് മാറുന്നുണ്ട്. ഷീഷോങ്ങാണെങ്കിൽ പിന്നെ ഈ ഇൻവിറ്റേഷൻ ഞാനതിനെ കഴിച്ചു തന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളുടെ മുന്നിൽ കൂടെ തന്നെ ഭയങ്കര സ്റ്റൈലിൽ അവൻ നടന്നു പോകുന്നുണ്ട്. അവളപ്പോൾ ഇൻവിറ്റേഷൻ ഒന്ന് ഓപ്പണാക്കി നോക്കുമ്പോഴാണ് അവൻ്റെ പേര് അതിൻ്റെ അകത്തുള്ള കാര്യം അവൾ കാണുന്നത്. അതേ ടൈമിന് അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ നോക്കിയപ്പോൾ സ്റ്റെപ്പ് കയറി നേരെ ഷീഷോങ് ചെങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാനാണ് പോയത്. കാരണം ചെങ്ങ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. യൂയി വന്നത് ചെങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂയിനൊന്ന് ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഷീഷോങ് നല്ല അടിപൊളിയായിട്ട് അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കറക്റ്റ് ടൈമിംഗ് ആയിട്ട് തന്നെ നമ്മുടെ ചെങ്ങും ഷീഷോങ്ങിന് അവൻ്റെ ഷർട്ടൊക്കെ നേരെയാക്കി കൊടുക്കുന്നു, മുടി ഒതുക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും യൂയിക്ക് ശരിക്കും എന്തോ ഡൗട്ട് പോകുന്നുണ്ട്, ഇവർ തമ്മിൽ ഇത് എന്തെങ്കിലും ഉണ്ടോ. അതേ ടൈമിന് അവൾക്ക് ദേഷ്യം വന്നതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ടൈമിനാണ് യൂയിനെ നമ്മുടെ ചെങ്ങ് ശ്രദ്ധിക്കുന്നത്. ആ സമയം ചെങ്ങ് ഇങ്ങനെ പറയുന്നുണ്ട്, അവളെ ആരാ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്തതെന്ന്, താനാണ് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കും യൂയിക്കും നേരത്തെ ബന്ധമുണ്ടെന്നും യൂയി തൻ്റെ എക്സ് ആണെന്നുള്ള കാര്യം ചെങ്ങ് മനസ്സിലാക്കും എന്നുള്ള കാര്യം ഷീഷോങ്ങിന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഷീഷോങ് അറിയത്തില്ല, നീയല്ലേ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് എന്തായാലും ഞാനല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആ ഒരു പാർട്ടിയായിട്ട് നൈറ്റ് ക്ലബ്ബിൽ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. നമ്മുടെ ഷീഷോങ് ആണെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഭയങ്കര പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ നോക്കിക്കൊണ്ട് ചെങ്ങ് നിൽക്കുന്നുണ്ട്. കുറച്ച്
കഴിയുമ്പോഴത്തേക്കും ചെങ്ങ അവൻ്റെ അടുത്തേക്ക് നിന്നിട്ട് നീ എന്തിനാ ഇത്രയും ഡ്രിങ്ക് ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ശീശു ആളങ്ങ് ഇമോഷണൽ ആവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അത് പിന്നെ നമുക്ക് ഇനി ഒരുമിച്ചുണ്ടാവാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് നിന്നെ വിട്ട് പോകാനായിട്ട് തീരെ താല്പര്യമില്ലാന്ന്. എന്നാൽ ചെങ്ങിന് കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പിരിയാനൊന്നും പോകുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശീശു ആണെങ്കിൽ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് റീസൺ ഒന്നുമില്ല, ഞാൻ വന്ന കാര്യം കഴിഞ്ഞു എന്ന്. പക്ഷെ അവനത് പുറത്ത് പറയുന്നില്ല. അതേ ടൈമിന് ചെങ്ങാണെങ്കിൽ ശരി വാ നീ ഒത്തിരി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ശീശു പോകാനായിട്ട് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ചെങ്ങ് അവനെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പുറത്തെത്തി കഴിയുമ്പോൾ ശീശു എന്നെ താഴെ ഇറക്ക്, ഇല്ല ഞാൻ വൊമിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങാണെങ്കിൽ അവൻ അവിടെ പിടിച്ച് താഴെ നിർത്തിയിട്ട് ദേ വന്ന് വീഴരുത്, ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ ഒരു കോൾ ചെയ്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നീങ്ങി നിൽക്കുന്നുണ്ട്. അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സംസാരിച്ച് തുടങ്ങാൻ പറ്റുന്നില്ല. കാരണം അപ്പോൾ തന്നെ ശീശു വന്ന് ഇവനെ പുറകിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നെ വിട്ട് പോവല്ലേ, എനിക്കാണെങ്കിൽ നിൻ്റെ അടുത്തൊന്ന് പിരിയാനായിട്ട് താല്പര്യമില്ലാന്ന്. അതും പറഞ്ഞിട്ട് നമ്മുടെ ശീശുവിൻ്റെ ബോധം ഒരുവിധം പോവാറായി നിൽക്കുന്നുണ്ട്. ശീശു ഇതിനൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങും തിരിച്ച് പറയുന്നുണ്ട് പേടിക്കണ്ട ഞാൻ പോകത്തില്ല എന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് ശീശു അവിടെ സൈഡിൽ കൊണ്ട് അവൻ വീഴാതെ വീണ്ടും പിടിച്ച് നിർത്തുന്നുണ്ട്. ചെങ്ങ് ശീശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്നൊരു രാത്രി ഞാൻ നിന്നോട് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം, ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല എന്ന്. ആ സമയം ശീശു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചെങ്ങിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നിന്ന് പാട്ട് പാടുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പാട്ട് പാടി തീരുന്നതിന് മുമ്പേ തന്നെ ആളുടെ ബോധവും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെങ്ങ് അവനെ പതുക്കെ താഴേക്ക് ഇരുത്താണ്. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ശീശു അടുത്തിരുന്നിട്ട് ശീശു തല അവൻ്റെ തോളിലേക്ക് ചാരി വെച്ച് കുറേ നേരം അവരങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണയായിട്ട് ശീശു നെറ്റിയിൽ ഇവൻ കിസ്സും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ശീശു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നോക്കി പോകുന്നുണ്ട്. അങ്ങനെ അവൻ ഒരു ദിവസം കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജിയാങ് ഫ്രീ ടൈം മൊത്തം തന്നെ ഈ കമ്പനിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ജിയാങ് ഇപ്പോഴും അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ശീശു അവൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ ഫുൾ ടൈം ഇവിടെയാണല്ലോ എന്ന്. ആ സമയം എനിക്ക് വേറെ എന്ത് പണി, നിനക്കല്ലേ ഭയങ്കര തിരക്ക്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് നിനക്ക് വയ്യല്ലോ, നീ ഇങ്ങനെ ജസ്റ്റ് എപ്പോഴും ജോലിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിൻ്റെ ഫീലിങ്സും കൂടെ ഒന്ന് പരിഗണിക്കുക. നിനക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് ഉറപ്പുള്ളതല്ലേ, പിന്നെ നീ എന്തിനാ വെറുതെ അതിനെ അവോയ്ഡ് ചെയ്ത് കളയാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ശീശു ഞാൻ ഭയങ്കര തിരക്കില്ല, എനിക്ക് കുറേ വർക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജിയാങ് വിടാൻ ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ശീശു പറയുന്നുണ്ട് ചെങ്ങിപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിലാണ്, പോയിട്ട് 2-3 ദിവസമായി, മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ വർക്കിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങോട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല എന്ന് പറയുമ്പോൾ ജിയാങ് എങ്കിൽ പിന്നെ നിനക്ക് പറഞ്ഞു തുടങ്ങിക്കൂടെ, അവൻ പറഞ്ഞില്ലെങ്കിൽ നീ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശീശു അതൊരു ചെറിയ മടിയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നേരെ അവൻ്റെ ടോപ്പിക്ക് വിട്ടിട്ട് ജിയാങ്ങിൻ്റെ ടോപ്പിക്കിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പം നിൻ്റെ കാര്യമൊക്കെ എങ്ങനെ പോകുന്നു, ഇപ്പോൾ ചെങ്ങിയുവാണെങ്കിൽ നിൻ്റെ പുറകെ വരുന്നൊന്നുമില്ലേ. ഇത് കേൾക്കുമ്പോൾ ജിയാങ് ഒന്ന് സൈലൻ്റ് ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് സിംഗിളായിട്ടിരിക്കുന്ന ഇഷ്ടം, എനിക്ക് റിലേഷൻഷിപ്പിലാവുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ചെങ്ങു അവനാണെങ്കിൽ എൻ്റെ അടുത്ത് സീരിയസ് ഒന്നും ആയിരുന്നില്ലല്ലോ, ടൈം പാസ് അല്ലേ, പിന്നെ അവനാണെങ്കിൽ ഭയങ്കര റിച്ച് പയ്യനല്ലേ, അവർ വേറെ ചെക്കനെയൊക്കെ കിട്ടി കാണും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുന്ന ടൈമിന് ആൾ ഭയങ്കര ഹേർട്ടാണെന്ന് തോന്നുന്നു. കാരണം കയ്യിരുന്നൊരു റോസാപ്പൂവൊക്കെ പൊട്ടിച്ചൊക്കെ കളയുന്നുണ്ട് ഇത് സംസാരിക്കുന്ന ടൈമിന്. ആ ഒരു ടൈമിന് നമ്മുടെ ശീശു ഒരു ഡൗട്ട് വരാണ്. അതായത് താനാണെങ്കിൽ തൻ്റെ ലൈഫ് ലോങ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഗേൾസിനോട് മാത്രം ഫീലിങ്സ് തോന്നിക്കൊണ്ടിരുന്നൊരു പയ്യനായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെങ്ങുമായിട്ട് കൂടി കഴിഞ്ഞപ്പോൾ ചെങ്ങിൻ്റെ അടുത്ത് തനിക്ക് ഫീലിങ്സ് തോന്നി തുടങ്ങുകയാണ്. അതുകൊണ്ട് അവനിപ്പോൾ ജിയാങ്ങിനോട് ചോദിക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പയ്യന് ആണുങ്ങളുടെ അടുത്ത് ഫീലിങ്സ് തോന്നാൻ ചാൻസ് ഉണ്ടോ, ഇനിയിപ്പോൾ അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പയ്യന് തിരിച്ച് പഴയതുപോലെ സ്ട്രെയിറ്റ് ആവാൻ പറ്റുമെന്ന്. ജിയാങ് അപ്പോൾ അവൻ പൊട്ടിച്ചായിട്ട് റോസാപ്പൂവിനെ എടുത്തു വെച്ചിട്ട് എക്സാമ്പിളാക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി മറ്റൊരു പയ്യൻ്റെ അടുത്ത് ഇഷ്ടം തോന്നി പയ്യന്മാരെയും ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പയ്യൻ എങ്ങനെ സ്ട്രെയിറ്റ് ആവും, നൂത്ത് വെച്ചാലും അത് ഒടിഞ്ഞല്ലേ വീഴുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പൊട്ടിയ റോസാപ്പൂവിനെ എടുത്തു വെച്ച് അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എക്സാമ്പിളായിട്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇപ്പം നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ചെങ്ങാണെങ്കിൽ ശീശു കമ്പനിയിൽ കാണാൻ വരുന്നുണ്ട്. ഇതേസമയം ശീശു തനിക്കാണെങ്കിൽ വീണ്ടും പഴയതുപോലെ സ്ട്രെയിറ്റ് ആവാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓഡിയോ മെസ്സേജായിട്ട് ഓരോന്ന് ഇറങ്ങി നമ്മുടെ ജിയാങ്ങുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിലാണ് ചെങ്ങ് അങ്ങോട്ടേക്ക് കയറി വന്നത്. ചെങ്ങ് കയറി വന്നത് ഇവൻ കണ്ടതുമില്ല. അങ്ങനെ ചെങ്ങ് വന്ന് ഇവൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് നീ എന്താ ഇത്രയും ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ചെങ്ങ് വന്നെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. താൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം ചെങ്ങിപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ അറിയാൻ പറ്റും എന്നുള്ള കാര്യം ഇവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓഫാക്കി കളയുന്നുണ്ട്. ഫോണും ആ ഒരു ചാറ്റ് ബാക്ക് എടുക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് ആ ഫോൺ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അതിലൂടെ ഇവ അയച്ച ഓഡിയോ മെസ്സേജ് കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്
പറയുന്നുണ്ട്. അപ്പോൾ ജിയാങ്ങുമായിട്ട് ഇതൊക്കെയാണല്ലേ നിൻ്റെ സംസാരം, ഇതാണല്ലേ പരിപാടി, അപ്പോൾ ആണുങ്ങളെ പ്രേമിക്കാനായിട്ട് അവനാണോ നിന്നെ പഠിപ്പിച്ചത്? സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു രീതിയിൽ അവ സംസാരിക്കുന്നുണ്ട്. ഈശോങ് അപ്പോൾ എൻ്റെ ഫോൺ തിരിച്ചു തരാനായിട്ട് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ നീയും ജിയാങ്ങും ഒരു ദിവസം എത്ര തവണ സംസാരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ്ങാണെങ്കിൽ അത് ഞാനിങ്ങനെ എണ്ണാറൊന്നും പോകാറില്ല, ഞാനും ഓന് ഫ്രണ്ട്സാണ്, ഞാനും ഓന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ കൂടുതൽ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാതിരിക്കാനായിട്ട് ഇപ്പം തന്നെ ലേറ്റായി, ഇതേ സമയം നോക്കിക്കേ നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിൽ അവൻ എസ്കേപ്പ് ആവാൻ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് വിടുന്നില്ല. ചെങ്ങാണെങ്കിൽ അവനവിടെ പിടിച്ചു വെച്ചിട്ട് ചെങ്ങിൻ്റെ ബെൽറ്റൊക്കെ ഊരി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഷീഷോങ്ങിൻ്റെ കയ്യിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ നീ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ബലം പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നങ്ങോട്ടേക്ക് നടക്കുന്നില്ല. നമ്മുടെ ചെങ്ങാണെങ്കിൽ ഷീഷോങ്ങിനെ എഴുന്നേൽപ്പിച്ച് അവിടെ സൈഡിലുള്ള ഡെസ്കിൻ്റെ അവിടെയൊക്കെ കൊണ്ടു നിർത്തിയിട്ട് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഷീഷോങ് മാറിയിക്കാനൊക്കെ പറയുന്നുണ്ട്. ഒന്നും വർക്കാവുന്നില്ല. ഷീഷോങ് പറയുന്നുണ്ട് കമ്പനിയാണ്, ആരെങ്കിലും കേൾക്കും ഇവിടെ വെച്ച് നമ്മളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ ചെങ്ങ് അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അവർ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജിയാങ്ങിനെയാണ്. ജിയാങ് ഇപ്പോൾ വീട്ടിൽ അവിടെ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഭയങ്കര കാര്യത്തിൽ പാട്ടൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഈ പാട്ടും കേട്ട് ഷീഷോങ് തിരിച്ചു വരുന്നേ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവൻ നോക്കുമ്പോൾ ഷീഷോങ് ആണെങ്കിൽ നേരത്തെ തനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതാണ്, ഓഡിയോ മെസ്സേജ്. എന്നാൽ ഇപ്പോൾ അവൻ അയച്ച മെസ്സേജിന് തിരിച്ച് റിപ്ലൈയും കൊടുക്കുന്നില്ല. ഷീഷോങ് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കുന്നുമില്ല. അവിടെ നടക്കുന്ന സംഭവം ഇവൻ അറിയത്തില്ലല്ലോ. എന്തായാലും വീണ്ടും അടുത്ത് ഷീഷോങ്ങിനെ കാണിക്കുമ്പോൾ ഷീഷോങ്ങും ജിയാങ്ങും തമ്മിൽ ഇവ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. രണ്ടുപേരും വീണ്ടും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഷീഷോങ്ങിൻ്റെ അടുത്ത് ജിയാങ് പറയുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെ നീയുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ വരത്തില്ല എന്ന്. എന്നാൽ ഷീഷോങ്ങിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ആളുടെ കിളിയൊക്കെ പറന്നു പോയിട്ട് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഒറ്റ വാക്കി പറയുന്നുണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആവാന്ന്. ഇത് കേൾക്കുമ്പോൾ ചെങ്ങ് ജസ്റ്റ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്ത് എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് കുറേ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിൽ ഇപ്പോൾ നീ കാണുന്ന ഒരാളല്ല എന്നിങ്ങനെ പറയാണ്. ചെങ്ങപ്പോൾ ഷീഷോങ്ങിനെ പിടിച്ചടുത്തോട്ട് നിർത്തിയിട്ട് പിന്നെ നീ എങ്ങനത്തെ ആളാ എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ് പറയുന്നുണ്ട് നിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ പുസ്തകമൊക്കെ വായിക്കൂലേ, എന്നാൽ ഞാൻ ആക്ച്വലി ബുക്കൊന്നും വായിക്കാറില്ല, എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമല്ല. നിൻ്റെ മുന്നിൽ നല്ല സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാറില്ലേ, ആക്ച്വലി അതും എനിക്കിഷ്ടമല്ല, അതൊക്കെ നിന്നെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ മറുപടിയായിട്ട് അതിന് നീ അതൊക്കെ ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന്. ആരാ നിൻ്റെ അടുത്ത് പറഞ്ഞത്? നീ ചെയ്ത ഓരോ മണ്ടത്തരവും, നീ ചെയ്ത് കൂട്ടുന്ന ഓരോ വേലത്തരങ്ങളും ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ നിന്നെ നോക്കി സ്നേഹിക്കുകയൊക്കെ ചെയ്തത്. എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള നിന്നെ ഇഷ്ടം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞു ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് നിൻ്റെ വീട്ടിൽ നിൽക്കുന്ന കോലം, അതേപോലെ തന്നെ മറ്റേ മുട്ടായി നീ ഉണ്ടാക്കുന്നത്, അതൊക്കെയാണ് നിന്നിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. സോ ഇനി പറ നിനക്ക് ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആവണോ എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ് വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങാണെങ്കിൽ ശരിയെന്നാ വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഷീഷോങ്ങിനെയും കൊണ്ട് നേരെ ചെല്ലുന്നുണ്ട്. ഷീഷോങ് ആണെങ്കിൽ വീട്ടിലെത്തിയോണ്ട് തന്നെ ചെങ്ങിൻ്റെ അടുത്ത് ഞാൻ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നാൽ ചെങ്ങും അവൻ ഡോർ അടയ്ക്കുന്നതിന് മുമ്പേ കൂടെ ചെന്ന് കയറാണ്. ഷീഷോങ് അപ്പോൾ ഇറങ്ങിപ്പോടാതെ കലറി വിളിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് വിടോ ഇല്ല. അതേസമയം നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഷീഷോങ് തിരിച്ച് വീട്ടിലെത്തിയ കാര്യം അറിയുന്നില്ല. കാരണം അവൻ ഇപ്പോഴും ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബാത്റൂമിൻ്റെ അകത്തുനിന്ന് വരുന്ന സൗണ്ട് പോലും ഇവൻ കേൾക്കുന്നില്ല. ഇവൻ്റെ ചിന്തയും പക്ഷേ ഷീഷോങ് എന്തുകൊണ്ട് ഇത്രയും നേരം കൊണ്ട് വീട്ടിലെത്തിയില്ല, ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായല്ലോ, ശരിയെന്നാൽ ഒന്ന് പുറത്ത് പോയി നോക്കാമെന്ന് കരുതിയിട്ട് അവനവൻ്റെ ഹെഡ്ഫോണൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ആ ടൈമിലാണ് ബാത്റൂമിൻ്റെ അകത്തുനിന്ന് ചറ പറന്ന് സൗണ്ട് വരുന്നത് ഇവൻ കേൾക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ ബാത്റൂമിൻ്റെ അവിടെ ചെന്നിട്ട് പതുക്കെ ഡോറിൽ തട്ടുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് ആരുടെയും റെസ്പോൺസ് വരുന്നില്ല. അങ്ങനെ ഇവൻ ഡോർ ഓപ്പൺ ആക്കുമ്പോഴാണ് ഷീഷിയോങ്ങും പിന്നെ നമ്മുടെ ചെങ്ങും കൂടെ ആയിട്ട് ഷർട്ട് ഇടാതെ ഒരുമിച്ച് ഷവറിൻ്റെ മുന്നിൽ കയറി നിൽക്കുന്ന കാണുന്നത്. അത് കാണുമ്പോഴത്തേക്കും ഇവനൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്നാൽ ചെങ്ങ് കൂളായിട്ട് എന്തേ ഞങ്ങളുടെ വല്ല ഹെൽപ്പും നിനക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പതുക്കെ ഇവൻ ഡിസ്റ്റർബ് ചെയ്തതിൻ്റെ സോറി എന്ന് പറഞ്ഞിട്ട് ഡോറും അടച്ചിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ഷീഷോങ് അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ടായിരുന്നു. ജിയാങ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷീഷോങ്ങിനെയും ചെങ്ങിനെയും ബാത്റൂമിൽ വെച്ച് ഒരുമിച്ച് കണ്ടതുകൊണ്ട് തന്നെ ഇപ്പം ജിയാങ്ങിനെ ഫേസ് ചെയ്യാനായിട്ട് ഷീഷോങ്ങിന് നല്ല മടിയുണ്ടായിരുന്നു. ജിയാങ് ആണെങ്കിൽ ആ അവസരം മുതലെടുത്ത് ഇവനെ നന്നായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജിയാങ് പറയുന്നുണ്ട് നിനക്കും അവനും കൂടെ ആയിട്ട് വേറെ എവിടെയെങ്കിലും പോയി ചെയ്താൽ പോരായിരുന്നു, ഇതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ എന്നെയും കൂടെ കാണിച്ചില്ലേ. എന്തായാലും നീയാണെങ്കിൽ നിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയല്ലോ, അതായത് നിനക്ക് ആൺകുട്ടികളെ ഇഷ്ടമാണെന്നുള്ള ആ ഒരു സംഭവം നീയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തല്ലോ, അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയല്ലോ, നിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണെന്നിങ്ങനെ പറയുന്നുണ്ട്.
പക്ഷെ അപ്പോഴാണ് നമ്മുടെ ശീശു അങ്ങ് ഇവൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്, ഞങ്ങളാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആയി എന്നുള്ള സത്യമാണ്, പക്ഷേ മൊത്തത്തിൽ ഞങ്ങളെല്ലാം ചെയ്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജിയാങ് അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്കിപ്പോഴും നിനക്ക് പയ്യന്മാരിഷ്ടമാണ് എന്നൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ശീശു അങ്ങ് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. ആ സമയം ജിയാങ് എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു ബോട്ടിൽ എസൻസ് വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എസൻസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയത്തില്ല, മേ ബി ഇൻറ്റിമേറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. ആ സമയം ശീശു അങ്ങ് എസൻസോ എനിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ജിയാങ് പതുക്കെ പറ, അപ്പുറത്തെ കടയിലുള്ളവർ കേൾക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ശീശു അങ്ങ് അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോൾ ചെങ്ങുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പറ്റത്തില്ല, എനിക്ക് ആൺകുട്ടികളെയാണ് ഇഷ്ടം എന്നൊരു കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ എങ്കിൽ ഓക്കെ, നീ ടൈം എടുത്തോ, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇപ്പം നീ എന്തായാലും അതിങ്ങനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ടൈം എടുക്കുന്നുണ്ടല്ലോ, ആ ഒരു ടൈം കൊണ്ട് നീയാണെങ്കിൽ എന്തിനാണ് ആദ്യം ചെങ്ങിൻ്റെ അടുത്ത് ക്ലോസ് ആവാനായിട്ട് പോയതെന്നും എന്തായിരുന്നു നിൻ്റെ പ്ലാൻ എന്നും എല്ലാം അവൻ്റെ അടുത്ത് ഒറ്റയടിക്ക് അങ്ങ് തുറന്നു പറ, ഇനി ഒന്നും മറച്ചു വെക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ശീശുവങ്ങ് അപ്പം ആ ഓക്കെ, ഞാനും അത് നേരത്തെ തീരുമാനിച്ചതാ, പക്ഷെ അവനെ കാണുമ്പോൾ എന്തോ എനിക്കങ്ങ് ടെൻഷനായി പോകുന്നു, ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് കുറച്ച് ധൈര്യം പകർന്നുക, എങ്കിൽ ഞാൻ പോയി പറയാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിയാങ് ആ അത് തന്നെ പ്രശ്നം, എനിക്കും തീരെ ധൈര്യമില്ല, ചെങ്ങിൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം എനിക്കൊട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. ശീശുവങ്ങ് അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ മൈൻഡിൽ 2 മിനിറ്റ് മുമ്പേ ജിയാങ്ങാണെങ്കിൽ ഒരു എസൻസിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മ വരാണ്. അങ്ങനെ ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ എസൻസ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും വർക്കാവുമെന്ന്. ജിയാങ് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചു തരാം, നീ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് തന്നെ ശീശോങ്ങാണെങ്കിൽ അവൻ്റെ കാറിൽ അവൻ്റെ അമ്മേനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ അവനെ കാണുമ്പോൾ ഓടിച്ച് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തൊരു കാറ് കാണുമ്പോൾ അതിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അവനപ്പോൾ പറയുന്നുണ്ട് ബിസിനസ് നന്നായിട്ടാണ് പോകുന്നത്, സോ കിട്ടിയ പൈസയ്ക്ക് ഞാനൊരു കാർ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവരുടെ വീട്ടിൽ തന്നെ ഒരു മരമുണ്ട്, ഏതോ ഒരു ടൈപ്പ് ഫ്രൂട്ട് കിട്ടുന്നത്. അതിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അതെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും 2 കവർ ഇരുന്നതും അവനാണെങ്കിൽ ഞാൻ ഇത് എടുക്കുവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ നിനക്കത് മൊത്തം വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനപ്പോൾ അതെന്താ, കുറച്ച് ഞാൻ ചെങ്ങിനും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അമ്മ ചിരിച്ചിട്ട് ഓ ചെങ്ങിനും കൊടുക്കാനാണോ, അവനും കൊടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി വേറെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബോക്സ് എടുത്തുകൊണ്ട് വരാണ്. ആ സമയം അവനാണെങ്കിൽ ആഹാ അമ്മയ്ക്കിപ്പോൾ ചെങ്ങിൻ്റെ അടുത്താണല്ലോ സ്നേഹം കൂടുതൽ, അവന് കൊടുക്കാനായിട്ട് ഒരു വലിയ ബോക്സ് റെഡിയാക്കി വെച്ചു. ഞാൻ ഒരു 2 കവർ എടുത്തപ്പോൾ തന്നെ അമ്മയുടെ മുഖം മാറിയല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ പറയുന്നുണ്ട് അത് പിന്നെ അവനെപ്പോഴും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്നതല്ലേ, എന്നാൽ നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ കിട്ടുന്ന സംഭവമെങ്കിലും അവന് കൊടുക്കണ്ടേ. അല്ല പിന്നെ എനിക്കൊരു ഡൗട്ടും കൂടെ ഉണ്ട്, എന്തുകൊണ്ടാണ് ചെങ്ങ് നമ്മുടെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുന്നത് എന്നും കൂടെ അമ്മ ചോദിക്കുകയാണ്. അതിൻ്റെ മറുപടി നമ്മുടെ ശീശോങ്ങിന് അറിയാമെങ്കിലും ശീശോങ്ങ് അറിയത്തില്ല അമ്മ, അവൻ എല്ലാവരുടെ സ്നേഹത്തിൽ തന്നെ പെരുമാറുന്നത് എന്ന് തിരിച്ച് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ജിയാങ്ങിനെയാണ്. ജിയാങ് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്കിന് വേണ്ടിയിട്ട് പോകാനായിട്ട് മുകളിൽ റൂഫ് ടോപ്പിൽ ചെന്നിട്ട് അവിടെ കിടന്ന് അവൻ്റെ കോട്ടൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങ് അവിടെ വന്നിരിപ്പുണ്ട്. ചെങ്ങിനെ കാണുമ്പോൾ ഇവനാണെങ്കിൽ ഒന്ന് ഷോക്കായിട്ട് നീ എന്താ ഇവിടെ, നീ എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ എനിക്കെതിരെ ഓരോ പണികൾ ഒപ്പിക്കാനായിട്ട് ശീശോങ്ങിന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് നീയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് ഞാനും ഐഡിയയോ അതിന് എനിക്കൊന്നും പറഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കിടന്ന് തപ്പി കളിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നീയും അവനും തമ്മിലുള്ള ചാറ്റൊക്കെ വായിച്ചു, നീയാണ് അവന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അത് കേൾക്കുമ്പോൾ ജിയാങ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. പിന്നെ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ആ സമയം ചെങ്ങ് പറയുന്നുണ്ട് ഇപ്പം തന്നെ ഞാനും ചെങ്ങിയും തമ്മിലുള്ള പ്രശ്നമൊക്കെ നിനക്കറിയാമല്ലോ, അവൻ ഏത് പയ്യനെ സ്നേഹിച്ചാലും ഞാൻ അവനെ തട്ടിയെടുക്കുന്നു നിനക്കറിയാമല്ലോ, എന്നാൽ ഇപ്പോൾ ശീശോങ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടി ചെയ്യാത്തത്. എന്നാൽ ശീശോങ് ഇപ്പോൾ എന്നെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്കൊരു 5 ദിവസം ടൈം തരാം, ഈ അവൻ്റെ മനസ്സ് മാറ്റിച്ച് ഞാനുമായിട്ട് സെറ്റാക്കി തന്നില്ലെങ്കിൽ എൻ്റെ പഴയ സ്വഭാവം ഞാൻ അങ്ങ് പുറത്തെടുക്കും. അവൻ്റെ അടുത്ത് എൻ്റെ ഫോഴ്സ് എനിക്ക് ഇറക്കാനായിട്ട് താല്പര്യമില്ല, എന്നാൽ നിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ല, വേണ്ടി വന്നാൽ ഞാൻ എൻ്റെ പഴയ സ്വഭാവം പുറത്തെടുക്കും, നീ ഇങ്ങനെ പേടിക്കല്ലേ, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജിയാങ്ങിൻ്റെ ജീവൻ പോയിരിക്കുകയാണ്. ജിയാങ് ആലോചിക്കുന്നുണ്ട് ഞാനെങ്ങാനും ഒളിവിൽ വല്ലതും പോയാലോ എന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശീശോങ്ങാണെങ്കിൽ ഈ ജിയാങ്ങിനെ കാണാനായിട്ട് അവൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരാണ്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു നേഴ്സ് പയ്യൻ പറയുന്നുണ്ട് ജിയാങ് ഇവിടെ ഇല്ല, എന്തൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോയെന്ന്. അങ്ങനെ ഇവൻ നേരെ ജിയാങ്ങിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഇതേ സമയം ജിയാങ് ശീശോങ് അവനെ അന്വേഷിച്ച് വരും എന്നറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ കണ്ണീരൊക്കെ വന്ന് കരച്ചിലായി ഇരിക്കുന്ന പോലെ അഭിനയിക്കാൻ കണക്കിന് ഇരിക്കുന്നുണ്ട്. കുറേ ബിയറിൻ്റെ കുപ്പിയും
തീർന്നത് എടുത്ത് വെക്കുന്നുണ്ട്. അതായത് അവൻ ഡ്രിങ്ക് ചെയ്ത് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ച പോലെ തന്നെ ഷീഷോങ് വരുന്നതും ഇവൻ്റെ അഭിനയം തുടങ്ങുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ നിനക്ക് എന്ത് പറ്റി, ഇതിന് പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയാണ്. എന്നാൽ ജിയാങ് ആണെങ്കിൽ ഇല്ല, ഇതിലിപ്പോൾ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നമ്മൾ അവരുമായിട്ട് ഒന്നിനും പോകണ്ടാന്ന്, ആദ്യമേ ഞാൻ നിന്നെ തടയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് എന്ത് പറ്റി, ചെങ്ങ് എന്തെങ്കിലും പറഞ്ഞോ, അവൻ എന്താ ചെയ്തത് എൻ്റെ അടുത്ത് പറയാമെന്ന് പറയുമ്പോൾ ജിയാങ് ഇല്ല കുഴപ്പമില്ല, എന്താണേലും ഞാൻ തന്നെ അനുഭവിച്ചോളാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ് നോയിക്കോ, ഞാൻ ഇപ്പം തന്നെ അവനെ ശരിയാക്കുമെന്നും പറഞ്ഞിട്ട് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ ജിയാങ് പിടിച്ചു വെച്ചിട്ട് ശരി ഞാൻ പറഞ്ഞുതരാം, ചെങ്ങ് എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പോൾ അവൻ അവോയ്ഡ് ചെയ്യുവാണ്, നീയാണെങ്കിൽ അവനെ അവോയ്ഡ് ചെയ്തിട്ട് അവൻ്റെ അടുത്തിന് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഞാനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവും, മുമ്പ് അവൻ ചെങ്ങി സ്നേഹിക്കുന്ന പയ്യന്മാരെടുത്ത് എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ എൻ്റെ അടുത്തും ചെയ്യും, അവൻ മുമ്പ് ചെങ്ങി സ്നേഹിക്കുന്ന പയ്യന്മാരെ തട്ടിയെടുക്കുന്ന കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമെന്നുള്ളതല്ലേ, അതവൻ എൻ്റെ അടുത്തും ചെയ്യൂന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഷീഷോന് റിയാക്ഷൻ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് എരിയും പുളിയൊക്കെ കയറ്റിയിട്ട് ഒന്നുകൂടെ നമ്മുടെ ജിയാങ് ഇതേ സെയിം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഷീഷോങ് ഞാൻ ഇപ്പം തന്നെ എല്ലാം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട്. എന്നാൽ ചെങ്ങിനെ കാണാൻ പോകുന്നതിന് പകരം അവനാണെങ്കിൽ ചെങ്ങുവിനെ കാണാനാണ് പോകുന്നത്. ചെങ്ങു ഇപ്പോൾ ഒരു ക്ലബ്ബിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ ചെന്നിട്ട് ഇതേപോലെ തന്നെ നിനക്ക് ജിയാങ്ങിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ചെങ്ങ് അവനെ ഇപ്പോൾ തട്ടിയെടുക്കാൻ നോക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ജിയാങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, സോ നീയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങുവാണെങ്കിൽ ഞാൻ എന്തിനാ ചെയ്യണം, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിൽ നടക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് വീണ്ടും പോയിരുന്ന് സംസാരിക്കുമ്പോൾ ചെങ്ങുവാണെങ്കിൽ ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നീ പോയി ജിയാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞേക്ക് ഇനി ഞാൻ അവൻ്റെ പുറകെ വരത്തില്ലാന്ന്, ഞാനാണെങ്കിൽ വേറെ പയ്യനെ വളയ്ക്കാൻ പോവാ, അപ്പോൾ പിന്നെ ചെങ്ങ് ആ ഒരു പയ്യനല്ലേ തട്ടിയെടുക്കാൻ വരത്തുള്ളൂ എന്ന്. ഷീഷോങ്ങും ആ ശരിയാണ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പോകുന്നുണ്ട്. ഷീഷോങ് പോയതും ചെങ്ങുവിൻ്റെ അസിസ്റ്റൻറ്റ് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അപ്പോൾ ശരിക്കും ഇനി ജിയാങ്ങിൻ്റെ പുറകെ നടക്കുന്നില്ലേ, അവനെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഇപ്പം എന്തായാലും ഞാൻ ഈ ഡയലോഗ് പറഞ്ഞില്ലേ, ഇനി നോക്കിക്കോ ജിയാങ് എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ടേക്ക് പോവേണ്ട ആവശ്യമില്ലാന്ന് അവൻ പറയുന്നുണ്ട്. വീണ്ടും അടുത്ത് ഷീഷോങ്ങിനെ കാണിക്കുമ്പോൾ അവൻ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ടേ തന്നെ നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ജിയാങ്ങിന് വേണ്ടത് എന്താ, ഷീഷോങ്ങും ചെങ്ങും സെറ്റാവുക, ഇല്ലെങ്കിൽ തൻ്റെ കാര്യത്തിൽ ചെങ്ങ് തീരുമാനമാക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അയ്യോ ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. എന്നാൽ അതേ ടൈമിന് ചെങ്ങു തൻ്റെ പുറകേന് വരത്തില്ല, ചെങ്ങു ആണെങ്കിൽ വേറെ ഒരു പയ്യനെ വളയ്ക്കാൻ പോവാണ്, അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഇവനങ്ങ് സങ്കടമാവുന്നുണ്ട്. ആ സമയം ഷീഷോങ് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന്. എന്നാൽ ജിയാങ് ഒന്നുമില്ല അവനിനിപ്പോൾ എന്നെ ശല്യം ചെയ്യാൻ വരത്തില്ലല്ലോ, ഞാൻ എന്തായാലും സേഫായി ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആൾ അത്ര ഹാപ്പി എന്നല്ല, അത് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.